നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി DYFI എറണാകുളത്ത് നടത്തിയ ഒരു തട്ടുകടയിൽ കയറി കൊച്ചിൻ കോർപ്പറേഷനിലെ ഒരു BJP കൗൺസിലർ ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കിയത് വളരെ വിവാദമായിരിക്കും. ഈ സംഭവത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നപ്പോൾ ഓർത്ത ചില കാര്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഓഫീസിൽ ഒരു കാര്യത്തിന് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വിയർത്തൊലിച്ച് ഓടിക്കിതച്ച് അവിടെ എത്തി. അപേക്ഷകളൊക്കെ സ്വീകരിക്കുന്ന കൗണ്ടറിന് മുന്നിൽ നിന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലുള്ള ഒരു തെങ്ങ് അപകടകരമായ രീതിയിൽ ചാഞ്ഞ് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിൽ വൈദ്യുതി ലൈനിലെ തൊട്ടുരുങ്ങി നിൽക്കുകയാണ്. ഇത് കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നുള്ള രീതിയിൽ അപേക്ഷ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ആ കൗണ്ടറിലിരുന്ന ഒരു ജീവനക്കാരൻ ചോദിച്ചു. അയാൾ ഏതാനും വരികളെ ഒരു വെള്ള പേപ്പറിൽ എഴുതിയ ഒരു അപേക്ഷ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അയാൾ അത് അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അപേക്ഷ വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഫോൺ നമ്പർ എഴുതിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അയാൾ ഫോൺ നമ്പർ എഴുതാൻ വേണ്ടി ഈ അപേക്ഷ കയ്യിലേക്ക് വാങ്ങിച്ചു. പേനയില്ല. അടുത്ത് നിന്ന് ഞാൻ എൻ്റെ പേന കൊടുത്തു. അദ്ദേഹം ആ ഫോൺ നമ്പർ എഴുതിച്ചു. വീണ്ടും അപേക്ഷ അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അടുത്ത ചോദ്യമായി, നിങ്ങളുടെ ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ടോ? പെട്ടെന്നാണ് ഈ വന്ന മനുഷ്യൻ ക്ഷുഭിതനായ ഒരു പ്രതികരണം നടത്തുന്നത്. എന്റെ സാറേ, ആ തെങ്ങ് ആധാർ കാർഡും റേഷൻ കാർഡും ഫോൺ നമ്പറും ഒന്നുമായിട്ടും അല്ല ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത് ഇലക്ട്രിക് ലൈനിലാണ് ചാരി നിൽക്കുന്നത്. താഴെ ചെറിയ വീടുകളും ഉണ്ട്. ഏത് സമയവും അത് നിലംപതിക്കും. ആ കമന്റ് അവിടെ ഇരുന്ന എല്ലാ ആൾക്കാരിലും ചിരി പടർത്തി. ഈ ബഹളം കേട്ട് അകത്ത് നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇറങ്ങി വന്നു. പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ ആളയക്കാം, അങ്ങൾ സമാധാനമായിട്ട് പോകും എന്ന് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കി കാണണം പിന്നീട്. കാരണം അതുപോലൊരു സന്ദർഭത്തിൽ ആധാർ കാർഡും ഡീറ്റെയിൽസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒന്നും ചോദിക്കേണ്ട സമയമല്ല. അത് ആ എയ്ക്ക് അറിയാമായിരുന്നു. അദ്ദേഹം അത് അവസരോചിതമായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. ഭൂമിയിൽ ജീവിച്ചതിൻ്റെ യാതൊരു ലൈസൻസും ആധാർ കാർഡും റേഷൻ കാർഡും ഡ്രൈവിംഗ് ലൈസൻസും വസ്തുവിൻ്റെ കരംതീർത്ത രസീതും പ്രമാണവും എന്നു വേണ്ട യാതൊരു രേഖകളുമില്ലാത്ത ഒരു പറ്റം മനുഷ്യരാണ് വയനാട്ടിൽ ആശ്വാസ കേന്ദ്രങ്ങളിൽ കഴിയുന്നത്. അവരുടെ പുനരധിവാസത്തിന് വേണ്ടി ആണ് ഗവൺമെന്റും ജനങ്ങളും എല്ലാവരും കൈകോർത്തിരിക്കുന്നത്. അതുപോലെ സന്ദർഭത്തിൽ ആ പുനരധിവാസത്തിന് വേണ്ടിയുള്ള ഫണ്ട് ശേഖരിക്കുന്നതിനാണ് DYFI ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതും അവർ ചെയ്യുന്നതും ഒരു പ്രത്യേക രീതിയിലാണ്. ദന്തഗോപുരങ്ങളിലും AC ബംഗ്ലാവുകളിലുമെല്ലാം കിടന്നുറങ്ങുന്നവർ, അവർ ചെയ്യാനറയ്ക്കുന്ന, അവർ ചെയ്യാൻ മടിക്കുന്ന അത്തരം തൊഴിലുകൾ ആക്രി പെറുക്കി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, മീൻ കച്ചവടം നടത്തുക, തട്ടുകടയിൽ ഭക്ഷണമൊരുക്കി അത് വിറ്റ് പണമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ധനസമാഹരണത്തിന്റെ രീതികൾ.
അതും കേരളത്തിന് പുതുമയാർന്ന രീതികളാണ് ഇതെല്ലാം. അങ്ങനെയൊക്കെ അവർ ധനം സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതെല്ലാം ഏതാനും നാളുകളിലേക്കേ ഉള്ളൂ, അല്ലാതെ ഒരു സ്ഥിര സംവിധാനമല്ല. ഈ എറണാകുളത്ത് ഈ പ്രസ്തുത കടയും 1-2 ദിവസം കഴിയുമ്പോൾ അവരത് താൽക്കാലികമായ ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് നിരാലംബരായ നമ്മുടെ സഹോദരങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി നടത്തുന്ന അതുപോലെയുള്ള പരിപാടികളിൽ കയറി ചെന്നിട്ട് നിങ്ങളുടെ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ, അതെടുത്തിട്ടുണ്ടോ, ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടോ, മാലിന്യ സംസ്കരണം ഏത് രീതിയിലാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പിന്നെ കൊതുകുകളും ഈച്ചകളും പറക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയെല്ലാമുള്ള മുട്ടുന്യായങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഈ താൽക്കാലിക സംവിധാനത്തിൽ അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ എന്താണ് അർത്ഥമിരിക്കുന്നത്? അപ്പോൾ അതിന്റെ പിന്നിൽ യഥാർത്ഥ കാരണം അതൊന്നുമല്ലായിരുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മലയാളികളുടെ മനസ്സുകൾ നെഞ്ചിലേറ്റിയ ഒരു ചതുരാക്ഷരി മന്ത്രമാണ് DYFI എന്നുള്ളത്. കാരണം ദുരന്തമുഖത്തെ നിസ്വാർത്ഥവും ആത്മാർത്ഥവുമായ പ്രവർത്തനങ്ങൾ, അത് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ പ്രവർത്തനങ്ങളാണ് അവർ നടത്തിയത്. ആ ദുരന്തമുഖത്ത് സന്ദർശനം നടത്തിയ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഒരു കാലത്തും DYFI അനുകൂലിച്ചിട്ടുള്ള ഒരാളെയല്ല. ആ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ ആ ദുരന്തമുഖത്ത് എന്നിട്ട് പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയും അവരുമായി സൗഹൃദം പങ്കുവെക്കുകയും ഒക്കെ ചെയ്ത ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇന്ന് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിനോട് ഇനി ദുരന്ത ഭീഷണി വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ അപകടകരമായ ആ ദുരന്തമുഖത്ത് അതിസാഹസികമായി കടന്നു ചെന്ന് അവിടെ നിന്നുള്ള വാർത്തകൾ കേരളത്തിലെ ജനങ്ങൾക്കായി റിപ്പോർട്ട് ചെയ്ത ശ്രീമതി സുജയ പാർവതിയെ പോലെ, റിപ്പോർട്ടർ ചാനലിലെ ശ്രീമതി സുജയ പാർവതിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ, അവർ ആ അതിസാഹസികമായ യത്നത്തിന് ശേഷം തിരിച്ച് സ്റ്റുഡിയോകളിൽ വന്ന് DYFIയെ കുറിച്ച് വിളിച്ചു പറഞ്ഞ വാക്കുകൾ, അതും കേരള ജനത കേട്ടതാണ്. അത് DYFIയെ സംബന്ധിച്ച് ഒരു നൊബേൽ സമ്മാനത്തെക്കാൾ അമൂല്യമായി കിട്ടിയ ഒരു അവാർഡാണ്. മാലിന്യങ്ങളും ചെളിയും കോൺക്രീറ്റ് കൂമ്പാരങ്ങളും മരങ്ങളും ഇങ്ങനെ എല്ലാം ചേർന്ന് ആകെ കൂടി മനുഷ്യൻ ഇറങ്ങിച്ചെല്ലാൻ മടിക്കുന്ന അതുപോലത്തെ സാഹചര്യം നിലവിലുണ്ടായിരുന്ന അഴുകിച്ചീഞ്ഞ മനുഷ്യമാംസത്തിന്റെ ഗന്ധം ഉള്ള അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ എല്ലാ ത്യാഗങ്ങളും സഹിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിൽ ആ മലയുടെ താഴ്വാരങ്ങളിലെ ചാമ്പ്യന്മാരായത് DYFIയും അതുപോലുള്ള പ്രസ്ഥാനങ്ങളുമായിരുന്നു എന്നുള്ളത് മലയാളികൾ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് DYFIയെ ഫള്ളു പറയുന്നവരും ഇതുപോലുള്ള പരിപാടികളെ തുരങ്കം വെക്കുന്നവരും ഒരു കാര്യം ഓർക്കുക, തൽക്കാലം നമുക്ക് അവരെ വെറുതെ വിടാം. കാരണം നമുക്ക് ആർക്കും കടന്നു ചെല്ലാനാവാത്ത രീതിയിലുള്ള അത്ര മലീമസമായ സാഹചര്യങ്ങളിലെല്ലാം അവർ വളരെ ധീരമായ സാഹസികമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഇപ്പോൾ നമുക്ക് ആവശ്യമാണ്. നമുക്കിത് കഴിഞ്ഞ് DYFIക്കെതിരെയുള്ള നിറം പിടിപ്പിച്ച നുണകളും കെട്ടുകഥകളും എല്ലാം നമുക്കിപ്പോൾ തൽക്കാലം ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ ആയിട്ട് എഴുതി വെക്കാം. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഈ ദുരന്തത്തെ എല്ലാം നമ്മൾ അതിജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഉള്ള ആ ജനങ്ങളെ പറ്റിക്കുന്നതിനുള്ള ഇന്ദ്രജാല പ്രകടനങ്ങളുടെ ഭാഗമായി പതുക്കെ ഈ ഖണ്ഡകാവ്യങ്ങളും മഹാകാവ്യങ്ങളും ഒക്കെ ആയിട്ട് ഇറങ്ങാം. അതല്ലേ ഒന്നുകൂടെ നല്ലത്. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കുക. നിങ്ങളുടെ യോജിപ്പും വിയോജിപ്പും കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. നിങ്ങളുടെ പ്രദീപ്.